Hello friends, it's me Veena. Welcome to my YouTube channel. ഒരു സൺഡേ സിറ്റി വക്കിൽ ഔട്ടിങ്ങിന് പോയപ്പോഴാണ് ഈ ഷോപ്പ് എന്നെ ശ്രദ്ധയിൽപ്പെട്ടത്. ഡെല്ലി ബെല്ലി ഫിലിമിൻ്റെ ഡോൾസിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. റഷ്യൻ ട്രഡീഷണൽ രീതിയിലുള്ള ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം. ഒത്തിരി വലുതും ചെറുതുമായ ഡോൾസ് ഇവിടെ കാണാമായിരുന്നു. ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനും ഡിഫറെൻറ്റ് ഡിസൈൻസും കാണാം. ഈ ഡോൾസൊക്കെ അവർ ട്രഡീഷണലായിട്ട് പണ്ട് മുതൽ ഗിഫ്റ്റ് കൊടുത്തിരുന്നതാണ് ആളുകൾക്ക്. അപ്പോൾ ഈ ഗിഫ്റ്റ് നമ്മൾ എത്രയ്ക്ക് സൂക്ഷിച്ച് വയ്ക്കുന്നോ അത്രയ്ക്കും ആ ഗിഫ്റ്റ് കൊടുത്ത ആളിനെ വാല്യൂ ചെയ്യുന്നുണ്ടെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഈ ക്രാഫ്റ്റുകൾ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളാണ്. വളരെ ഭംഗിയും കണ്ണെടുക്കാനേ തോന്നുന്നില്ലായിരുന്നു. ഓരോ വർക്കിനും അതിൻ്റേതായ ഫിനിഷിങ്ങും അതിൻ്റേതായ ഒരു ഡിഫറൻസും കണ്ടിരുന്നു. പിന്നെ ഹാങ്ങിങ് ബോൾസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കപ്പുകളുണ്ടായിരുന്നു, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കപ്പുകൾ. പലതരത്തിലുള്ള ഡോൾസ് ഉണ്ട്. ഒരു ഡോളിൻ്റെ ഉള്ളിൽ വേറെ ഡോളുകൾ, അതിൻ്റെ ഉള്ളിൽ വേറെ ഡോൾ, അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്ത് വയ്ക്കാൻ പറ്റും അങ്ങനത്തെ ഡോൾസ്. പിന്നെ എന്താ പറയുക, ക്യൂവിൻ്റെ പോലത്തെ ഡോൾസ്, പിന്നെ ഈ ഈസ്റ്റർ എഗ്സ്, ഇതൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല വിലയും ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട്. പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ്, മാലകൾ, കമ്മലുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ അവിടെ കുറേ ടൈപ്പ് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. ഈ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോൺസിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളറുണ്ട്. അവർ പറയുന്നത് ഓരോ വർഷം കൂടുന്തോറും ഈ വൈറ്റ് കളർ കൂടിക്കൂടി വരുന്നതാണ് പറയുന്നത്. ഈ വൈറ്റ് കളർ കൂടുന്നതനുസരിച്ച് ഈ സ്റ്റോണിൻ്റെ വാല്യൂം കൂടും, അതിൻ്റെ പ്രൈസും കൂടും, അങ്ങനെയാണ്. പിന്നെ ഈ ബ്രേസ്ലെറ്റ്സൊക്കെ നോക്കിയാൽ പലതരം സ്റ്റോണുകൾ വെച്ചിട്ട് മുത്തും പാവിട അങ്ങനെയൊക്കെ. കമ്മലൊക്കെ എന്താ പറയുക, നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, അതുപോലത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളൊക്കെ ആയിരുന്നു. എവിടെയും കാണാത്ത ഒരു രീതിയിലുള്ള ഒരു ആർട്ട് വർക്കായിരുന്നു ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അട്രാക്റ്റീവായിരുന്നു ഈ ഷോപ്പ്. ഓരോന്ന് കാണുമ്പോഴും ഒരു കുഞ്ഞു കുട്ടി കൗതുകത്തോടെ നോക്കുന്നത് പോലെ ഞാനിങ്ങനെ എല്ലാം നോക്കി കണ്ടുകൊണ്ടിരുന്നു. ഈ ക്യാമറ കണ്ണുകളിലൂടെ എനിക്ക് എല്ലാം പകർത്താനൊന്നും സാധിച്ചിട്ടില്ല. പറ്റാവുന്നിടത്തോളം ഞാൻ കണ്ടു, പകർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഈ ഒരു ഡോള് വാങ്ങിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇതിങ്ങനെ കിണുങ്ങുമ്പോൾ സൗണ്ട് ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഡോളാണ് ഇത്. എന്താ പറയുക, ഇത് വീഴില്ല, നമ്മളെങ്ങനെ നോക്കിയാലും അത് വീഴില്ല. അത് ആദ്യത്തെ ഇരിക്കണ പോലത്തെ പൊസിഷനിലേക്ക് തന്നെ വന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.